ഹലോ ഫ്രണ്ട്സ്, ഒരു ട്രിപ്പ് പോയാലോ? എൻ്റെ വീട്ടിൽ വന്നപ്പോൾ തൊട്ടുള്ള ആഗ്രഹമായിരുന്നു കണ്ണൂർ വിസ്മയ പാർക്കിൽ പോകണമെന്നുള്ളത്. പപ്പ വന്ന സ്ഥിതിക്ക് ഇനി അതൊട്ടും വച്ച് വയ്പ്പിക്കണ്ടെന്ന് വിചാരിച്ചു. പപ്പയോട് ചോദിച്ചപ്പം പപ്പയും മമ്മിയും ഡബിൾ ഓക്കെ. അപ്പോൾ പിന്നെ എങ്ങനെയാ, പോയാലോ? ഇരിട്ടിയിൽ നിന്ന് തളിപ്പറമ്പ് റൂട്ടിൽ പോകുന്നവർക്കറിയാം, ഇവിടെ എത്തുമ്പം നെഞ്ചൊന്ന് പിടയ്ക്കും. പലരും മറന്നു കാണും, പക്ഷെ ഒരു ഇരട്ടിക്കാരനും ഒരു പെരുമണ്ണുകാർക്കും ഇത് മറക്കാൻ കഴിയില്ല. ഒരുപാട് സ്വപ്നങ്ങളോടെ ജനിച്ച് ഒന്നും അറിയാതെ കളിച്ചും ചിരിച്ചും നടക്കേണ്ട പ്രായത്തിൽ ഈ മണ്ണിനോട് വിട പറഞ്ഞവരാണ് ഈ കുഞ്ഞുമക്കൾ. സ്കൂള് വിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന 20ഓളം കുഞ്ഞുമക്കൾ. അവർക്ക് നേരെ ഒരു വാഹനം ഇടിച്ചു കയറി വന്നു. 10 കുട്ടികൾ സ്പോട്ടിൽ മരിച്ചു. ബാക്കി കുട്ടികൾ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. എൻ്റെ ഈ വീഡിയോ കാണുന്നവർ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഒരു നിമിഷമെങ്കിലും ഈ മക്കളെ കൂടി ഓർക്കണം. ട്രിപ്പിൻ്റെ തുടക്കം കുറച്ച് സങ്കടമുള്ളതായിരുന്നെങ്കിലും ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ ട്രാക്കിലേക്ക് എത്തി. നമ്മുടെ വിസ്മയ പാർക്ക് വരുന്നത് പറശ്ശിനിക്കടവാണ്. അതാ നമ്മുടെ മുത്തപ്പനും പറശ്ശിനിക്കടവ് തന്നെയല്ലേ. അപ്പോൾ ഇതുവഴി പോകുമ്പോൾ മുത്തപ്പനെ കാണാതെ പോകുന്നത് ശരിയാണോ? നമ്മുടെ മുത്തപ്പന് ജാതിയും മതമൊന്നും ഇല്ലെന്നേ, ആർക്കും എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാം. നിങ്ങളൊക്കെ വൈറ്റിൻ്റെ ആൾക്കാരാണോ? അങ്ങനെ ഞങ്ങൾ മുത്തപ്പൻ്റെ മുൻപിലെത്തി. ആരാണ് മുത്തപ്പൻ അറിയാമോ? കണ്ണൂർ ജില്ലയിൽ ഏരുവേശ് എന്ന സ്ഥലത്ത് അയ്യങ്കരയില്ല. അവിടെ ശിവഭക്തിയായ പാടിക്കുട്ടിയമ്മയും വാഴുന്നവരും. അവർക്ക് സന്താന സൗഭാഗ്യമുണ്ടായിരുന്നില്ല. അവരുടെ ദുഃഖം നീണ്ടുപോകവേ പാടിക്കുട്ടി അമ്മയുടെ സ്വപ്നത്തിൽ ശ്രീ മഹാദേവൻ ഒരു ദർശനം നൽകി. കൊട്ടിയൂരിലെ തിരുവഞ്ചിരിയിൽ കുളിക്കുമ്പോൾ ശിവാനുഗ്രഹത്താൽ ഒരു കുഞ്ഞ് ജനിക്കും. ആ കുഞ്ഞാണ് മുത്തപ്പൻ. ബാല്യം മുതലേ ഇല്ലത്തെ ചിട്ടവട്ടങ്ങളുമായി പൊരുത്തപ്പെട്ടു പോവാൻ മുത്തപ്പന് കഴിഞ്ഞിരുന്നില്ല. സാധാരണക്കാരുമായും താഴ്ന്ന ജാതിക്കാരുമായി കൂട്ടുകൂടിയും മൃഗങ്ങളെ വേട്ടയാടിയും മത്സ്യമാംസാദികൾ ഭക്ഷിച്ചുമായിരുന്നു മുത്തപ്പ ജീവിച്ചിരുന്നത്. വാഴുന്നവർക്ക് ഇതിനോടൊക്കെ എതിർപ്പായിരുന്നു. ഒടുവിൽ മുത്തപ്പൻ തൻ്റെ കാലഭൈരവ രൂപത്തിലുള്ള ഉഗ്രവിശ്വരൂപം തൻ്റെ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു. തൻ്റെ അവതാര ഉദ്ദേശവും വെളിപ്പെടുത്തി. കുന്നത്തൂരിൽ നിന്ന് മുത്തപ്പൻ എയ്ത അമ്പ് വന്ന് വീണതും പറശ്ശിനിക്കടവിൽ. മുത്തപ്പൻ്റെ വാഹനമാണ് നായ്ക്കൾ. അതുകൊണ്ട് ഈ അമ്പലത്തിൽ എവിടെ നോക്കിയാലും നിങ്ങൾക്ക് നായ്ക്കളെ കാണാൻ പറ്റും. ഇന്നും ഈ പ്രസിദ്ധമായ ക്ഷേത്രം ആയിരക്കണക്കിന് ഭക്തർക്ക് ആശ്രയമാണ്. മുത്തപ്പനെ കണ്ടിറങ്ങിയപ്പോൾ പിന്നെ കണ്ട കാഴ്ച ഇതൊക്കെയാണ്. എന്തോരം കളിസാധനങ്ങളാ! അതുമാത്രമോ, ഒരു പൂരത്തിന് പോയ ഫീലായിരുന്നു. ഒട്ടും മടി കാണിച്ചില്ല, എല്ലാം നടന്നങ്ങ് ആസ്വദിച്ചു. അതുമാത്രമല്ല, 1-2 കുഞ്ഞു കുഞ്ഞു സാധനങ്ങളും മേടിച്ചു. പണ്ടൊക്കെ നമ്മൾ ഉത്സവത്തിനും പെരുന്നാളിനും ഒക്കെ പോകുമ്പം ഇതുപോലെയുള്ള നല്ല കുപ്പിവിളകളൊക്കെ മേടിക്കത്തില്ല. ഇതൊക്കെ കണ്ടപ്പം പഴയ ഓർമ്മകളൊക്കെ തിരിച്ചു കിട്ടിയൊരു സന്തോഷമായിരുന്നു. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള മുഖമാണ്. 5 രൂപ തന്ന 2 രൂപയുടെ ഫലം പറയും. ഉള്ളതേ പറയത്തുള്ളൂ, ഇല്ലാത്തത് പറയാൻ മടി കാണിക്കത്തില്ല. നല്ല ലക്ഷണം കെട്ട മുഖമാണ്. മകന് നാളെ ഏതാ? പൂണാർത്ഥം. പുണരുന്ന സ്വഭാവക്കാരനാണ്. മകനെ ഈ ആഴ്ചയിൽ 4 ദിവസങ്ങൾ നല്ല ദിവസങ്ങളല്ല, ബാക്കി 3 ദിവസം മോശമാണ്. ശനി ഞായർ ദിവസങ്ങൾ അവധി ദിവസങ്ങളായിരിക്കും. മകന് 48 വയസ്സ് കഴിഞ്ഞാൽ 49 വയസ്സാകും. മകന്റെ മനസ്സിൽ 1-ന് 3-ന് ഇടയ്ക്കുള്ള സംഖ്യ വിചാരിച്ചു 2 അല്ലേ. മോന്ത കണ്ട പട്ടി കഞ്ഞു കുടിക്കത്തില്ല. ദോഷമില്ല മകനെ, ഗുണം തന്നെ. ബോട്ട് യാത്ര ഉണ്ടമ്മേ. കണക്കിന് കിറങ്ങി കിറങ്ങി ഞാൻ പമ്പരം കണക്കിന് കറങ്ങി കറങ്ങി ഞാൻ പമ്പരം കണക്കിന് കറങ്ങി കറങ്ങി ഞാൻ പമ്പര കണക്കിന് കിറങ്ങി കിറങ്ങി ഞാൻ പമ്പര കണക്കിന് കറങ്ങി കറങ്ങി ഞാൻ പമ്പരം കണക്കിന് കിറങ്ങി കിറങ്ങി ഞാൻ പമ്പരം കണക്കിന് കറങ്ങി കറങ്ങി ഞാൻ പമ്പരം കണക്കിന് കിറങ്ങി. കര കുളം കുളം കര കര കുളം കുളം കര കര കുളം കുളം കര. അയ്യാ, നമ്മളെങ്ങോട്ടാ പോകുന്നേ? കളിപ്പിക്കാൻ പോകുന്നു. ആര്? കുളം കുളം കര 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 കുളം കുളം കര കുളം കുളം. കിളി പാടിയൊരു ചിരി പിറ മാറി കത്തി തിരി പിരി പൂറം. എവിടെയോ വെച്ച് കണ്ട പരിചയമുണ്ട്.
തീർന്നു പമ്പരം കണക്കിന് കിറങ്ങി കിറങ്ങി ഞാൻ പമ്പരം കണക്കിന് കറങ്ങി കറങ്ങി ഞാൻ പമ്പരം കണക്കിന് കറങ്ങി കറങ്ങി ഞാൻ പമ്പര കണക്കിന് കിറങ്ങി കിറങ്ങി ഞാൻ പമ്പര കണക്കിന് കറങ്ങി കറങ്ങി ഞാൻ പമ്പരം കണക്കിന് കിറങ്ങി കിറങ്ങി ഞാൻ പമ്പരം കണക്കിന് കറങ്ങി കറങ്ങി ഞാൻ പമ്പരം കണക്കിന് കിറങ്ങി കര കുളം കുളം കര 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 കുളം കുളം കര കുളം കുളം 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. എന്റെ ദൈവമേ ആ നിലവിളി ശബ്ദം വിടോ